ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നല്ലൊരു സൈഡ് ഡിഷാണ് തയ്യാറാക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അധികം ഓയിലൊന്നും ചേരാത്തൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ ദോശ ഇഡ്ഡലി എല്ലാത്തിനും കൂടെ കഴിക്കാവുന്ന ഒരു സൈഡ് ഡിഷാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമുക്ക് ആ സൈഡ് ഡിഷ് വെച്ച് തന്നെ നമുക്ക് ഈവനിങ് സ്നാക്സ് കൂടി തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഇത് മഞ്ഞ പട്ടാണിയാണ്. ഇന്നലെ രാത്രി ഞാനൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളെടുത്തൊന്ന് കുക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തക്കാളി അരിഞ്ഞതും പച്ചമുളക് പിന്നെ സവാള പിന്നെ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് വേവിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 4 വിസിലാകുമ്പോഴത്തേക്ക് നന്നായിട്ടത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് കുക്കർ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 4 വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കണ്ടില്ലേ, ആ പട്ടാണിയുടെ തൊലിയൊക്കെ ഒന്ന് വേറെ ആയിട്ടുണ്ട്. ആ തൊലി വേറെ ആവുന്ന സമയത്താണ് അത് നന്നായിട്ട് വെന്തെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതേപോലൊരു പാൻ എടുത്തിട്ട് നമുക്കിനി അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് കടുക് കൂടി അതിലേക്ക് ഇട്ട് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് കടുക് താളിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് വേണ്ടുന്ന പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം മഞ്ഞൾ ചേർത്തുകൊണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ചേർക്കുന്നില്ല മഞ്ഞൾ. അപ്പോൾ ഇനി നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പട്ടാണി കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഒന്ന് കുറുകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അത് നന്നായിട്ടെല്ലാം ഒന്ന് മസാലയൊക്കെ ആയിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയില കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു സ്നാക്സ് കൂടി നമുക്ക് തയ്യാറാക്കാമെന്ന്. അപ്പോൾ നമുക്കിനി നമ്മുടെ സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ സ്നാക്സ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാൻ കുറച്ച് കോൺഫ്ലേക്സ് ആണ് എടുത്തിട്ടുള്ളത്. പ്ലെയിൻ ആയിട്ടുള്ള കോൺഫ്ലേക്സ് ആണ് വേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ആ കറി കൂടി അതിലേക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അതിലേക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ പുറത്തുകൂടി കുറച്ച് കോൺഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങാ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് എടുക്കാവുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുതേ. അപ്പോൾ ഇതേപോലെ നല്ല ഈസി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.